ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ക്രോക്കറ്റിന് തന്നെ വേറൊരു സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ എന്തായാലും പോയി കാണുക. അപ്പോൾ ഇനി ഇതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഒരു നീഡിലാണ്. നമ്മൾ നീഡിലെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ആ ലാസ്റ്റ് നിൽക്കുന്ന ആ ചെയിൻ്റെ അകത്തൂടെ നീഡിലെടുക്കണം. അതിന് ശേഷം തൊട്ടടുത്ത ഒരു ചെയിൻ സ്റ്റിച്ചല്ല, അതിൻ്റെയും തൊട്ടപ്പുറത്തുള്ള ഒരു ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ വേണം നീഡിലെടുക്കാൻ. ത്രെഡ് ചുറ്റിയെടുത്തിട്ട് നമ്മൾ ആദ്യം തുടങ്ങിയ ആ ചെയിൻ സ്റ്റിച്ച് കൂടെ തന്നെ അത് അവസാനിപ്പിക്കണം. ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. അടുത്ത ഒരു ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ വീണ്ടും നീഡിലെടുക്കുക, ത്രെഡ് ചുറ്റുക, വീണ്ടും പുറത്തേക്ക് എടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ചെയിൻ്റെ അകത്തൂടെ തന്നെ പുറത്തേക്ക് എടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. വീണ്ടും അടുത്തൊരു ചെയിനകത്തൂടെ തന്നെ നീഡിൽ പുറത്തേക്ക് എടുക്കുക, ത്രെഡ് ചുറ്റുക, വീണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്രോക്കറ്റ് പ്രൊഡക്ട്സിന് ഫിനിഷിങ് കൊടുക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റിച്ചസാണ്. അതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചും കൂടിയാണിത്. അപ്പം നമ്മൾ ഇനി ഇതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നീഡിൽ അടുത്തൊരു ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ എടുത്തിട്ട് ത്രെഡ് ചുറ്റിയിട്ട് വീണ്ടും പുറത്തേക്കെടുത്ത് തുടങ്ങിയ ആ ഒരു ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ തന്നെ പുറത്തേക്ക് എടുക്കണം. വീണ്ടും അടുത്തൊരു ചെയിനകത്തൂടെ നീഡിലെടുത്ത് ത്രെഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ചെയിനകത്തൂടെ തന്നെ നീഡിൽ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഇതുപോലെ അറ്റം വരെ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് അറ്റം വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്